ഇതുപോലത്തെ ചോദ്യം കേരള PSC പരീക്ഷകളിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. ഇതിൻ്റെ ഉത്തരം അപവർത്തനമാണ്. പ്രകാശ പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ടും അപവർത്തനം, പ്രകീർണനം, പൂർണ്ണാന്തര പ്രതിഫലനം തുടങ്ങിയ വാക്കുകളൊക്കെ നിങ്ങൾക്ക് പരിചയമുണ്ട്. ഇതൊക്കെ PSC പരീക്ഷയ്ക്ക് വരാറുണ്ട്. ഇപ്പം മഴവില്ലിന് കാരണമാകുന്നത് എന്ത് എന്നുള്ള ചോദ്യം വരാറുണ്ട്. അല്ലെങ്കിൽ സൂര്യപ്രകാശം ഘടകവർണ്ണങ്ങളായി തിരിയുന്ന പ്രക്രിയ, ഇതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഇതൊക്കെ പലപ്പോഴും നമ്മൾ കാണാപ്പാഠം പഠിച്ചോ ഓർമ്മയിൽ വെച്ചോ ആണ് പോവാറ്. പക്ഷെ ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലായാൽ, എന്താണ് അപവർത്തനം, എന്താണ് പ്രകീർണനം, എന്താണ് പൂർണ്ണാന്തര പ്രതിഫലനം എന്ന് മനസ്സിലായാൽ, ഈ പ്രതിഭാസങ്ങളൊക്കെ എന്ത് കാരണം കൊണ്ടാണെന്ന് നമുക്ക് കൃത്യമായി നമ്മുടെ മനസ്സിൽ നിൽക്കുകയും PSC പരീക്ഷയ്ക്ക് അതിൽ നിന്നൊരു മാർക്കും ചോരാതെ പോവുകയും ചെയ്യും. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് എന്താണ് അപവർത്തനം, എന്താണ് പ്രകീർണനം, എന്താണ് പൂർണ്ണാന്തര പ്രതിഫലനം എന്താണ് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം. അതുമായി ബന്ധപ്പെട്ട SCERT പാഠഭാഗങ്ങളിലൂടെ പോകാം. കൂടാതെ അതിൽ നിന്ന് കേരള PSC ചോദിച്ച ചോദ്യങ്ങൾ, അതിൻ്റെ അനുബന്ധ വിശദീകരണം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ രഘുനന്ദനൻ MV, വിൻഡോജുവിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. സൂര്യപ്രകാശം എങ്ങനെയാണ് സഞ്ചരിക്കുക? നിങ്ങൾക്കറിയാം, അത് നേർരേഖയിലൂടെയാണ് സഞ്ചരിക്കുക. ഇങ്ങനെ പോകുന്ന ഈ സൂര്യപ്രകാശത്തെ എനിക്കൊന്ന് ബെൻഡ് ചെയ്യണമെങ്കിലോ, ഈ നേർരേഖയിലൂടെ പോകുന്ന സൂര്യപ്രകാശത്തെ എനിക്കൊന്ന് ബെൻഡ് ചെയ്യണമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യുക? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? അപ്പം നിങ്ങൾ സ്വാഭാവികമായും പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ഒരു പ്രതലത്തിൽ തട്ടി പ്രതിഫലിച്ചാൽ പോരെ. ഒരു പ്രതലത്തിൽ തട്ടി പ്രതിഫലിച്ചാൽ മതി, അത് പ്രതിപതനം, നമുക്കറിയാം. പക്ഷേ എനിക്ക് അങ്ങനെ തട്ടി പ്രതിഫലിക്കല്ല വേണ്ടത്. അതാ പോണ വഴിയിൽ തന്നെ അതെന്ത് ചെയ്യണം? ബെൻഡ് ചെയ്യണം. ഏതുപോലെ? ഇതുപോലെ. ഇതിന് വല്ല വഴിയുമുണ്ടോ? തീർച്ചയായും ഒരു വഴിയുണ്ട്. നിങ്ങൾ അവിടെ ഒരു ഗ്ലാസ് വെച്ചാൽ മതി. ഒരു ഗ്ലാസ് വെച്ചാൽ പ്രകാശം പ്രതിഫലിക്കുന്നത് എങ്ങനെയായിരിക്കും? ഇപ്പം പച്ചയുടെ അവിടെ ഒരു ഗ്ലാസ് ആണ് ഇരിക്കുന്നതെങ്കിൽ പ്രകാശം പ്രതിപദിക്കുന്നതല്ല, പ്രകാശത്തിൻ്റെ ആ വഴി ഒന്ന് ബെൻഡാവും. പ്രകാശത്തിൻ്റെ വഴി എന്താവും? ഒന്ന് ബെൻഡാവും. എവിടെ നിന്നാ പോയത്? വായുവിൽ നിന്ന്. എവിടേക്കാ പോയത്? ഗ്ലാസ്സിലേക്ക്. ഇതാണ് അപവർത്തനം എന്ന് പറയുന്നത്. അപവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പ്രകാശം ഒന്ന് ബെൻഡാവുന്നതാണ്. ആ ബെൻഡാവുക എന്നുള്ള വാക്കിനെ നമുക്കൊന്ന് പോളിഷ് ചെയ്യാം. പ്രകാശത്തിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. അപ്പം നമുക്കതിന് ഒരു ഫാൻസി വാക്ക് കൊടുക്കാം, അപവർത്തനം എന്ന്. കഴിഞ്ഞു. അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പാതയിൽ വ്യതിയാനം സംഭവിക്കുന്നു. ഇതിനെയാണ് അപവർത്തനം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ അപവർത്തനം എന്താണെന്ന്? അപ്പോൾ എന്താണ് ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക്? എന്താണ് മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ? വായു, ഗ്ലാസ്, ജലം, ഇതെല്ലാം മാധ്യമങ്ങളാണ്. എന്താണ് വായുവിൽ നിന്നും ഗ്ലാസ്സിലേക്ക് പോകുമ്പോൾ പ്രകാശത്തിന് അപവർത്തനം സംഭവിക്കാനുള്ള കാരണം? വായുവിലും ഗ്ലാസ്സിലുമുള്ള പ്രകാശത്തിൻ്റെ വേഗത വ്യത്യസ്തമാണ്. വായുവിൽ വരുന്ന പ്രകാശത്തിൻ്റെ വേഗത അത്രത്തോളമില്ല ഗ്ലാസ്സിലെ പ്രകാശത്തിൻ്റെ വേഗത. കാരണം വായുവിൻ്റെ പ്രാകാശിക സാന്ദ്രത ഗ്ലാസിൻ്റെ പ്രാകാശിക സാന്ദ്രതയേക്കാൾ കുറവാണ്. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇങ്ങനെ പോണ പ്രകാശം ഒന്നും കണ്ട് ചെരിഞ്ഞു, ഇങ്ങോട്ട് ചെരിഞ്ഞു. ഇനി അങ്ങോട്ട് ചെരിയണമെങ്കിലോ, അതിൽ നിന്ന് അകന്ന് ചെരിയണമെങ്കിലോ വല്ല വഴിയുമുണ്ട്? തീർച്ചയായും അതിനും നമുക്കെന്തുണ്ട്? വഴിയുണ്ട്. ആദ്യം നമുക്ക് എങ്ങനെ വരുമ്പോഴാണ് പ്രകാശം ആദ്യം പറഞ്ഞ രീതിയിൽ ചെരിയുക എന്ന് നോക്കാം. വായു എന്ന് പറഞ്ഞാൽ പ്രാകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമമാണ്. ഗ്ലാസ് ആവട്ടെ പ്രാകാശിക സാന്ദ്രത കൂടുതലുള്ള മാധ്യമമാണ്. അപ്പം പ്രാകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടുതലുള്ള മാധ്യമത്തിലേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ പ്രകാശത്തിൻ്റെ പാതയിൽ വ്യതിയാനം സംഭവിക്കുന്നു. പ്രകാശത്തിൻ്റെ പാതയിൽ എന്ത് സംഭവിക്കുന്നു? വ്യതിയാനം സംഭവിക്കുന്നു. അപ്പോൾ
എങ്ങനെയാണ് വ്യതിയാനം നമ്മൾ നോക്കാം ഒന്നും കൂടി. നിങ്ങളൊരു ലംബം വരച്ചു. എന്തിനേക്ക് ലംബം വരച്ചു? ആ പ്രകാശം പതിക്കുന്ന ബിന്ദു ഉണ്ടല്ലോ, ആ ബിന്ദുവിലേക്ക് നേരത്തെ കണ്ടതുപോലെ ഒരു ലംബം വരച്ചു. ആ ലംബം വരച്ചു കഴിഞ്ഞാൽ ആ ലംബത്തിന് അടുത്തേക്കാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ പ്രകാശം വ്യതിചലിക്കുന്നത്. പ്രാകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും പ്രാകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിലേക്ക്, ഉദാഹരണത്തിന് വായുവിൽ നിന്ന് ഗ്ലാസിലേക്ക് പ്രകാശം പ്രവേശിക്കുമ്പോൾ അതിൻ്റെ പാതയിൽ വ്യതിയാനം സംഭവിക്കുന്നു. അത് ലംബത്തോട് അടുക്കുന്നു. ലംബത്തിൽ നിന്ന് അകന്നു പോകണമെങ്കിലോ തീർച്ചയായും തിരിഞ്ഞാൽ മതി, അല്ലേ? ഈ കണ്ടീഷൻ ഒന്ന് മാറ്റി പറഞ്ഞാൽ മതി. പ്രാകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും പ്രാകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രകാശത്തെ എന്ത് ചെയ്യുന്നു? അതിൻ്റെ പാത ലംബത്തിൽ നിന്ന് അകലുന്നു. ഇതാണ് രണ്ട് കേസുകൾ. അപവർത്തനവുമായി ബന്ധപ്പെട്ട് അത് ഓർത്തിരിക്കുക. ഇനി മൂന്നാമതൊരാൾ കൂടിയുണ്ട്. നേരെ ലംബമായി വന്നാണ് പതിക്കുന്നതെങ്കിലോ നേരത്തെ കണ്ട രണ്ട് കേസുകളിലും പ്രകാശം ചെരിഞ്ഞാണ് പതിച്ചത്. എന്നാൽ മൂന്നാമത്തെ കേസിൽ നേരെ കുത്തനെയാണ് പതിക്കുന്നതെങ്കിലോ, കുത്തനെയാണ് പതിക്കുന്നതെങ്കിൽ പ്രകാശത്തിൻ്റെ പാതയ്ക്ക് എന്ത് സംഭവിക്കുന്നില്ല? വ്യതിയാനം സംഭവിക്കുന്നില്ല. ഇങ്ങനെയുള്ള മൂന്ന് കേസുകൾ കൂടി ഓർത്തിരിക്കുക. അപ്പം അപവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് പോകുമ്പോൾ പ്രകാശത്തിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. അതാണ് അപവർത്തനം. സോ സിമ്പിളാണ്, അത്രയും. അവിടെ മൂന്ന് കേസുകൾ ഓർക്കേണ്ടത്: പ്രാകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് പ്രാകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിലേക്ക് പോകുമ്പോൾ എന്തു ചെയ്യുന്നു? വ്യതിയാനം ലംബത്തിനടുത്തേക്കാകും. എന്നാൽ പ്രാകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് പ്രാകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് പോകുമ്പോൾ വ്യതിയാനം ലംബത്തിൽ നിന്ന് അകലേക്കായിട്ട് മാറും. മൂന്നാമത്തേത് പ്രകാശം നേരെ ലംബമായി പതിക്കുമ്പോൾ അത് വ്യതിയാനമേ സംഭവിക്കുന്നില്ല. ഇതാണ് ആ മൂന്ന് കേസുകൾ. ഇപ്പം അപവർത്തനം ക്ലിയർ ആയല്ലോ. ഇനി അപവർത്തനത്തിൽ നിന്നും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, അത് കഴിഞ്ഞ് അതിലെ ചോദ്യം, അത് കഴിഞ്ഞ് നമുക്ക് പ്രകീർണനവും ഇതുപോലെ പഠിച്ചു പോകാം. അതുപോലെ തന്നെ നമുക്ക് പൂർണ്ണാന്തര പ്രതിഫലനവും പഠിച്ചു പോകാം. അപ്പം ഈ നേരത്തെ കണ്ട ചോദ്യത്തിൽ നിങ്ങൾക്ക് സംശയമില്ല. കാരണം എന്താ? പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസത്തിൻ്റെ ഫാൻസി നെയിമാണ് അല്ലേ എന്തെന്ന് പറയുന്നത്? അപവർത്തനം എന്ന് പറയുന്നത്, അല്ലേ? അപവർത്തനം എന്ന് പറഞ്ഞാൽ അതാണ്. ടെക്സ്റ്റ് ബുക്കിലേക്ക് ഒന്ന് കൊടുക്കാം. ഇപ്പൊ നോക്കൂ, ഇവിടെ ചോദിക്കുന്നുണ്ട്. എന്താണ് ചോദിക്കുന്നത്? അതാ റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നു. അമ്മേ, സൂക്ഷിച്ചു വണ്ടി ഓടിക്കുക. വേനൽക്കാലമല്ലേ, അത് വെള്ളം കെട്ടിക്കിടക്കുന്നതല്ല, മറിച്ച് എന്താണ് അവിടെ എത്തുമ്പോൾ കണ്ടു എന്ന് അമ്മ പറയുകയാണ്. വേനൽക്കാലത്താണ് ഇത് നടക്കുന്നത്. അതല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ നിങ്ങളൊരു പെൻസിലിട്ടാൽ അല്ലെങ്കിൽ ഒരു സ്ട്രോ ഇട്ടാൽ അതിങ്ങനെ ഒടിഞ്ഞതുപോലെ കാണും. എന്തായിരിക്കും കാരണം? ഇവിടെയൊക്കെ നിങ്ങൾക്കറിയാം, ഒരു വസ്തുവിൽ പ്രകാശം തട്ടി അത് നമ്മുടെ കണ്ണിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ആ വസ്തുവിനെ കാണുന്നത്. അപ്പം ആ വസ്തുവിൽ തട്ടിയ പ്രകാശത്തിൻ്റെ പാത വ്യതിചലിച്ചാൽ കാണുന്ന വസ്തുവിൻ്റെ സ്ഥാനവും മാറിയിട്ടുണ്ടാവും. അപ്പം കാണുന്ന വസ്തുക്കളുടെ സ്ഥാനം മാറുന്ന കേസുകളിലൊക്കെ തന്നെ അപവർത്തനമായിരിക്കും ഉത്തരം എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പായല്ലോ. സിമ്പിളാണല്ലോ. ആ പാത വ്യതിചലിച്ചാൽ ആ പാത നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത് അത് അവിടെയാണ് എന്ന്. പക്ഷെ പാതയ്ക്ക് വ്യതിചലനം ഉണ്ടാവുകയാണ് അപവർത്തനം കൊണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലിയർ ആണ്, ഗ്ലാസ്സിലെ വെള്ളത്തിൽ നിന്ന് പോകുന്നത് എന്താ? എവിടെ വെച്ചിട്ടാണ് ഒടിയുന്നത്? വെള്ളവും ഗ്ലാസും തമ്മിൽ ചേരുന്നിടത്ത് വെച്ചിട്ടാണ് ഒടിയുന്നത്. അതായത് വായുവിൽ നിന്ന് ജലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രകാശത്തിൻ്റെ പാതയിൽ വ്യതിയാനം വരും. അതുകൊണ്ടാണ് നമ്മളവിടെ ഒടിഞ്ഞു കാണുന്നത്. ഇതേ കേസ് തന്നെയാണ് എന്തെന്ന് പറയുന്നത് ട്രഫിനുള്ളിലുള്ള സ്ഥിതിയും പറയുന്നത്. ട്രഫിനുള്ളിൽ ഏതെല്ലാം മാധ്യമങ്ങളിലൂടെയാണ് പ്രകാശരശ്മി സഞ്ചരിക്കുന്നത്? വായു, ജലം. ഒരു മാധ്യമത്തിലൂടെ മാത്രം സഞ്ചരിക്കുമ്പോൾ പ്രകാശപാതയുടെ ദിശ മാറില്ല. രണ്ടെണ്ണത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ദിശ മാറും.
അപ്പൊ പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നത് എവിടെയാണ്? രണ്ട് മാധ്യമങ്ങളെയും വേർതിരിക്കുന്ന ആ പ്ലെയിനിൽ വെച്ചിട്ടാണ്. അപ്പൊ ഒരു മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ പ്രകാശപാത നേർരേഖയിലായിരിക്കും. എന്നാൽ ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പോകുമ്പോൾ പ്രകാശരശ്മി ചെരിഞ്ഞു പതിക്കുമ്പോൾ മാത്രം, പ്രകാശരശ്മി ചെരിഞ്ഞാണ് പതിക്കുന്നത്. ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പോവുകയാണെങ്കിൽ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് ദിശാവ്യതിയാനം സംഭവിക്കാറുണ്ട്. അപ്പൊ ദിശാവ്യതിയാനം സംഭവിക്കുന്നത് മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ചാണ്. ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നില്ല. കാരണം എന്താണ്? വിവിധ മാധ്യമങ്ങളിൽ ഉണ്ടാകുന്ന പ്രകാശത്തിന്റെ വേഗത വിവിധമാണ്. ഇപ്പൊ വായുവിൽ ഏകദേശം ശൂന്യതയിലൂടെയുള്ള വായുവിന്റെ പ്രകാശത്തിന്റെ വേഗതയാണ്. ശൂന്യതയിനെക്കാട്ടും കുറച്ച് കുറയും, പക്ഷെ ഏകദേശം അതന്നെയാണ്. വായുവിൽ 3×10⁸ മീറ്ററാണ്, അഥവാ 3×10⁵ കിലോമീറ്റർ, 3 ലക്ഷം കിലോമീറ്റർ ആണ്. അതല്ലെങ്കിൽ 3നോടൊപ്പം 8 പൂജ്യം വരുന്ന 30 കോടി മീറ്റർ വേഗതയിലാണ് പ്രകാശം വായുവിൽ സഞ്ചരിക്കുന്നത്. ജലത്തിലെത്തുമ്പോൾ അത് കുറഞ്ഞ് 2.25 × 10⁸ ജലത്തിലാകുമ്പോഴേക്കും പ്രകാശത്തിന്റെ വേഗത കുറഞ്ഞു. ഇപ്പൊ വായുവിന് പ്രാകാശിക സാന്ദ്രത കുറവാണ്, അതുകൊണ്ട് അതിൽ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ജലത്തിന് വായുവിനേക്കാൾ പ്രാകാശിക സാന്ദ്രത കൂടുതലായതുകൊണ്ട് അവിടെ പ്രകാശത്തിന്റെ വേഗത കുറയുന്നു. ഇപ്പൊ പ്രാകാശിക സാന്ദ്രത കൂടുമ്പോൾ പ്രകാശത്തിന്റെ വേഗത കുറയും. ഇത് 2.25 ആണ്, ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഇനി ഗ്ലാസ്സിലാകട്ടെ അത് 2×10⁸ ആണ്. എത്രയാണത് വരുന്നത്? 2×10⁸. അത് വജ്രത്തിലാകുമ്പോൾ 1.25 × 10⁸ ആണ്. അപ്പൊ വജ്രമാണ് ഈ തന്ന മാധ്യമങ്ങളിൽ വെച്ച് പ്രാകാശിക സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള മാധ്യമം. അതുകൊണ്ട് തന്നെ അവിടെ വായു ഏറ്റവും കുറഞ്ഞ വേഗത്തിലാണ് പോകുന്നത്. പ്രകാശം ഏറ്റവും കുറഞ്ഞ വേഗത്തിലാണ് പോകുന്നത്. വായുവിലാണ് ശൂന്യത കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പരിചയമുള്ള, നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളതിൽ ഏറ്റവും കുറഞ്ഞ പ്രാകാശിക സാന്ദ്രത ഏറ്റവും കൂടുതൽ വേഗത്തിൽ പോകുന്നത്. ശൂന്യതയിലാണ് ഏറ്റവും കൂടുതൽ വേഗം, അത് കഴിഞ്ഞാൽ വായു, പിന്നെ ജലം, പിന്നെ ഗ്ലാസ്, പിന്നെ വജ്രം. ഓർത്തിരിക്കുക, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഒരു മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗത്തെ സ്വാധീനിക്കുന്ന മാധ്യമത്തിന്റെ കഴിവിനെയാണ് മാധ്യമത്തിന്റെ പ്രാകാശിക സാന്ദ്രത എന്ന് പറയുന്നത്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. പ്രാകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ പ്രകാശത്തിന്റെ വേഗത കുറവായിരിക്കും. പ്രാകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ പ്രകാശത്തിന്റെ സാന്ദ്രത എന്തായിരിക്കും? പ്രകാശത്തിന്റെ വേഗത കൂടുതലായിരിക്കും. അപ്പോൾ വായു കഴിഞ്ഞാൽ ജലം, ജലം കഴിഞ്ഞാൽ ഗ്ലാസ്, ഗ്ലാസ് കഴിഞ്ഞാൽ വജ്രം. പ്രാകാശിക സാന്ദ്രത കുറവിൽ നിന്ന് കൂടുതലേക്ക്, അതേസമയം പ്രകാശത്തിന്റെ വേഗത വായുവിൽ നിന്ന് വജ്രത്തിലേക്ക് എത്തുമ്പോൾ കുറയുകയും ചെയ്യും. അപ്പോൾ അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ ഒരു ഉദാഹരണമാണ് ഗ്ലാസിൽ കിടക്കുന്ന ഈ ഒടിഞ്ഞു തോന്നുന്ന പെൻസിൽ. ഒരു മാധ്യമത്തിൽ നിന്ന് പ്രാകാശിക വേഗതയുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പ്രവേശിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിന്റെ ദിശയ്ക്ക് വ്യതിയാനം ഉണ്ടാകും, അല്ലേ? അപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ അക്ഷരങ്ങൾക്ക് മുകളിൽ ഗ്ലാസ് സ്ലാബ് വെക്കുമ്പോൾ അക്ഷരങ്ങൾ ഉയർന്നിരിക്കുന്നതായി തോന്നുന്നു. കാരണം എന്താ? വ്യതിയാനം സംഭവിക്കുന്നു, അപവർത്തനമാണ് കാരണം. പരീക്ഷയ്ക്ക് വന്നാൽ ഇനി മാർക്കായി. ട്രഫിലെ വെള്ളത്തിനടിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നാണയം ഒരു വശത്ത് നിന്ന് നോക്കിക്കൊണ്ട് എടുക്കാൻ ശ്രമിക്കുക. നാണയം എളുപ്പത്തിൽ എടുക്കാൻ കഴിയില്ല, കാരണം നാണയത്തിന്റെ സ്ഥാനം മാറിയിട്ടാണ് നമ്മൾ കാണുക. കാരണം അവിടെ വെച്ച് പ്രകാശത്തിന്റെ ദിശയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. വിഭജന തലത്തിൽ വെച്ച് വായുവിൻ്റെയും ആ ജലത്തിൻ്റെയും വിവിധ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച്, അതും കാരണം എന്തെന്നെയാണ്? അപവർത്തനമാണ്. കണ്ടോ? ക്ലിയർ ആവുന്നത്? ആ സ്ഥാനം മാറുന്ന കേസിലൊക്കെ അപവർത്തനം എന്ന് നിങ്ങൾക്ക് സംശയം പറയാം. ഒരു ജലാശയത്തിന്റെ അടിത്തട്ട് അകലെ നിന്ന് നോക്കുമ്പോൾ അടുത്ത് നിന്ന് നോക്കുന്നതിനേക്കാൾ കൂടുതൽ ഉയർന്നതായി തോന്നുന്നു. കാരണം എന്ത്? അത് നമുക്ക് പറയാം. അമ്പെയ്ത് മീൻ പിടിക്കുന്നവർ മീനിനെ കാണുന്നിടത്ത് നിന്ന് അല്പം താഴേക്കാണ് അമ്പെയ്യുന്നത്. എന്തുകൊണ്ട്? നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടായിരിക്കുമല്ലോ, ഇപ്പൊ മനസ്സിലായല്ലോ. ഇനി അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന അപവർത്തനത്തിന് ഉദാഹരണങ്ങൾ എന്തൊക്കെയാ? അന്തരീക്ഷത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം,
നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നത്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാനുള്ള കാരണം എന്താ? നക്ഷത്രങ്ങൾ കാണപ്പെടുന്ന സ്ഥാനം ഇതാണ്, യഥാർത്ഥ സ്ഥാനം ഇതാണ്. കാരണം എന്തായിരിക്കും? അപവർത്തനം സംഭവിക്കുന്നു. അവിടെ അപവർത്തനം സംഭവിക്കാനുള്ള കാരണം എന്താ? ചിന്തിച്ചിട്ട് വല്ല എത്തും പിടിയും കിട്ടുന്നുണ്ടോ? പ്രകാശരശ്മികൾ നേർരേഖയിൽ മാത്രമല്ലല്ലോ നക്ഷത്രങ്ങളിൽ നിന്ന് എത്തുക, ചെരിഞ്ഞിട്ടുമല്ലേ. അപ്പോ നക്ഷത്രങ്ങൾ ഗ്രഹങ്ങളെ അപേക്ഷിച്ച് വളരെ അകലെയായതിനാൽ അവ പ്രകാശിത ബിന്ദുക്കൾ പോലെ കാണപ്പെടുന്നു. നല്ല വലിപ്പമുണ്ട്, പക്ഷെ ബിന്ദുക്കൾ പോലെ കാണപ്പെടുന്നു. നക്ഷത്രത്തിൽ നിന്ന് വരുന്ന പ്രകാശം ഭൗമാന്തരീക്ഷത്തിലൂടെ സഞ്ചരിച്ചാണ് നമ്മുടെ കണ്ണിലെത്തുന്നത്. അവിടെ അന്തരീക്ഷ പാളികൾക്ക് തന്നെ, വായുവാണ് അന്തരീക്ഷ പാളികളിൽ ഉള്ളത് പ്രധാനമായും, പക്ഷേ വായു കുറഞ്ഞിരിക്കും. അവിടെ മർദ്ദത്തിൽ വ്യത്യാസമുണ്ട്, താപനിലയിൽ വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ വായുവിൻ്റെ പ്രാകാശിക സാന്ദ്രത വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്തമാണ്. അവിടെയൊക്കെ വെച്ച് പ്രകാശരശ്മിക്ക് ക്രമരഹിതമായ അപവർത്തനം സംഭവിക്കും. ഒരു ക്രമമല്ല, പല ലെയറായിട്ട് കിടക്കുക, പല താപമേഖലകളിൽ, പല താപത്തിൽ, പല മർദ്ദത്തിൽ. അവിടെയൊക്കെ വെച്ച് പ്രകാശരശ്മിക്ക് അപവർത്തനം സംഭവിക്കും. അതുകൊണ്ടാണ് നക്ഷത്രത്തെ ഒരു സ്ഥാനത്ത് തുടർച്ചയായി കാണാൻ കഴിയുന്നില്ല. ഇതാണ് നക്ഷത്രത്തിന്റെ മിന്നിത്തിളക്കത്തിന് കാരണം. നക്ഷത്രം അങ്ങോട്ട് ഇങ്ങോട്ട് മാറുന്നതായിട്ടാണ് ശരിക്കും, അതാണ് മിന്നിത്തിളങ്ങുന്നതായി കാണാൻ കാരണം. സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളം കടന്നു പോയതിനു ശേഷവും സൂര്യബിംബം അല്പസമയം കൂടി കാണാൻ കഴിയും. അതുപോലെ തന്നെ രാവിലെ കിഴക്കൻ ചക്രവാളത്തിൽ എത്തുന്നതിന് അല്പം മുമ്പും സൂര്യനെ കാണാൻ കഴിയും. എന്തായിരിക്കും കാരണം? അപവർത്തനമാണ്. കാരണം എന്താ? ഈ അന്തരീക്ഷത്തിലെ പാളികളിൽ വെച്ച് സൂര്യന്റെ രശ്മികളേക്ക് അപവർത്തനം സംഭവിക്കുന്നു. അപ്പൊ നേരെ കാണപ്പെടുന്ന, സൂര്യനെ കാണപ്പെടുന്ന സ്ഥാനം ഇതാണെങ്കിൽ പോലും, ഇവിടെ സൂര്യന്റെ യഥാർത്ഥ സ്ഥാനം ഇതാണെങ്കിൽ പോലും, അത് എന്താണ്? അതിന് അപവർത്തനം സംഭവിച്ച് സൂര്യനെ കാണപ്പെടുന്ന സ്ഥാനം ഇതായിട്ട് മാറും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇതാണ് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണമാകുന്ന പ്രതിഭാസം, അപവർത്തനം. ജലം നിറച്ച ഗ്ലാസിന്റെ അടിയിൽ വെച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നു നിൽക്കുന്നതായി തോന്നാൻ കാരണം അപവർത്തനം. ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു കമ്പ് വളഞ്ഞിരിക്കുന്നതായി തോന്നുവാൻ കാരണം അപവർത്തനം. സൂര്യോദയത്തിന് അല്പം മുമ്പും സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യനെ കാണാൻ കഴിയുന്നതിന് കാരണം അപവർത്തനം. വസ്തുവിന്റെ സ്ഥാനം മാറിയിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അതിനുത്തരം അപവർത്തനമാണ്. കാരണം അവിടെ പ്രകാശരശ്മികൾക്ക് പാതയ്ക്ക് വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു. എത്ര സിമ്പിളാണ് അപവർത്തനം, എത്ര സിമ്പിളായി ഓരോ പ്രതിഭാസങ്ങളുടെ പിന്നിലും അപവർത്തനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമുക്ക് പ്രകീർണനത്തിലേക്ക് പോകാം. ഗ്ലാസ്സിലൂടെ കടന്നു പോകുന്ന പ്രകാശത്തിന് ലംബമായി പതിക്കുമ്പോൾ വ്യതിയാനം സംഭവിക്കുന്നില്ല, പക്ഷെ വേഗത കുറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ വ്യതിയാനം സംഭവിക്കാത്തത്? വായുവിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ലംബമായാണ് പ്രവേശിക്കുന്നത്. എന്നാൽ ഒരു പ്രിസത്തിൽ ചെരിഞ്ഞു പതിക്കുന്ന പ്രകാശം, അതിന് വ്യതിയാനം സംഭവിക്കും. ധവളപ്രകാശം പ്രിസത്തിൽ പതിക്കുമ്പോൾ ആ ധവളപ്രകാശത്തിൽ വ്യത്യസ്ത വർണ്ണങ്ങൾ ഉള്ളതുകൊണ്ട് ആ വ്യത്യസ്ത വർണ്ണങ്ങൾക്ക് വ്യത്യസ്ത വ്യതിയാനമാണ് സംഭവിക്കുക. ധവളപ്രകാശം എന്ന് പറയുന്നത് വ്യത്യസ്ത വർണ്ണങ്ങളുടെ ഒരു സമന്വയമാണ്, സമന്വിത പ്രകാശമാണ് ധവളപ്രകാശം എന്ന് പറയുന്നത്. ഈ വ്യത്യസ്ത വർണ്ണങ്ങൾക്കാകട്ടെ വ്യത്യസ്ത തരംഗദൈർഘ്യമാണ്. ഏറ്റവും വലിയ തരംഗദൈർഘ്യം റെഡിനാണ്, ചുവപ്പിനാണ്. കൂടിയ തരംഗദൈർഘ്യമുള്ളവർക്ക് കുറഞ്ഞ വ്യതിയാനമാണ് സംഭവിക്കുക. എന്നാൽ വയലറ്റിനാണ് ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യം. ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യമുള്ളവർക്ക് ഏറ്റവും കൂടുതൽ വ്യതിയാനം സംഭവിക്കും. തരംഗദൈർഘ്യം കുറയുമ്പോൾ കൂടുതൽ വ്യതിയാനം, തരംഗദൈർഘ്യം കൂടിയതിന് കുറഞ്ഞ വ്യതിയാനം. അതുകൊണ്ട് തന്നെ ധവളപ്രകാശത്തിലെ വ്യത്യസ്ത വർണ്ണങ്ങൾക്ക് വ്യത്യസ്ത തരംഗദൈർഘ്യമായതുകൊണ്ട് ആ ഘടകവർണ്ണങ്ങൾ വ്യത്യസ്ത വർണ്ണങ്ങളായി പിരിയും പ്രിസത്തിലൂടെ കടന്നു പോകും. ഇങ്ങനെ ധവളപ്രകാശം വിവിധ ഘടകങ്ങളായി പിരിയുന്ന, ധവളപ്രകാശം എന്ന് പറഞ്ഞാൽ വെളുത്ത പ്രകാശം, വിവിധ വെളുത്ത പ്രകാശമല്ല, എല്ലാ പ്രകാശങ്ങളുടെയും സമന്വയമാണ് ഈ വെളുത്ത പ്രകാശം എന്ന് പറയുന്നത്. ധവളപ്രകാശം വിവിധ ഘടകങ്ങളായി പിരിയുന്ന പ്രക്രിയയാണ് പ്രകീർണനം. അപ്പൊ പ്രകീർണനത്തിന് കാരണവും എന്ത് തന്നെയാണ്? അപവർത്തനം. പ്രിസത്തിൽ അത് 2 തവണ സംഭവിക്കുന്നുണ്ട്, നമ്മൾ കണ്ടു. അപ്പൊ പ്രകാശത്തിന്റെ പ്രകീർണനത്തിന് കാരണവും എന്ത് തന്നെയാണ്? അപവർത്തനം തന്നെയാണ്. പക്ഷെ പ്രകീർണനം കൊണ്ട് പ്രകാശം എന്തായിട്ട് മാറുന്നുണ്ട്? ഘടകവർണ്ണങ്ങളായിട്ട് മാറുന്നുണ്ട്. അപ്പൊ സൂര്യപ്രകാശം പ്രിസത്തിലൂടെ കടത്തിവിട്ടപ്പോൾ നമ്മൾ എന്താ കണ്ടത്?
ആദ്യം നമ്മൾ ഏറ്റവും അവസാനം കാണുന്നത് വയലറ്റാണ്, ഏറ്റവും മുകളിൽ കാണുന്നത് റെഡാണ്. എന്തുകൊണ്ടാണ്? റെഡിനാണ് ഏറ്റവും കുറഞ്ഞ അപവർത്തനം സംഭവിക്കുന്നത്. എന്തുകൊണ്ട് റെഡിന് ഏറ്റവും കുറഞ്ഞ അപവർത്തനം സംഭവിക്കുന്നു? തരംഗദൈർഘ്യം ഏറ്റവും കൂടുതലുള്ളത് റെഡിനാണ്, വയലറ്റിനാണ് ഏറ്റവും കൂടുതൽ അപവർത്തനം സംഭവിക്കുന്നത്. കാരണം വയലറ്റിനാണ് തരംഗദൈർഘ്യം ഏറ്റവും കുറഞ്ഞത്. സൂര്യപ്രകാശം മാത്രമാണോ ഇങ്ങനെ ഘടകവർണ്ണങ്ങളായി പിരിയുന്നത്? അല്ല. ഇപ്പൊ ടോർച്ചിൽ നിന്ന് വരുന്ന വെളുത്ത പ്രകാശവും ഇങ്ങനെ ഘടകവർണ്ണങ്ങളായി പിരിയും. അവിടെയും റെഡായിരിക്കും ആദ്യം വരിക, ഏറ്റവും കുറഞ്ഞ അപവർത്തനം. വയലറ്റിനായിരിക്കും ഏറ്റവും കൂടിയ അപവർത്തനം. അപ്പൊ ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങൾ സംയോജിച്ചുണ്ടാകുന്ന പ്രകാശമാണ് സമന്വിത പ്രകാശം, കോമ്പസിറ്റ് ലൈറ്റ്. സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. പ്രകീർണന ഫലമായി ഉണ്ടാകുന്ന വർണ്ണങ്ങളുടെ ക്രമമായ വിതരണത്തെ വർണ്ണരാജി എന്ന് വിളിക്കുന്നു. എന്താ വിളിക്കുന്നത്? അതിനെ വിസിബിൾ സ്പെക്ട്രം എന്ന് വിളിക്കുന്നു. പ്രകീർണനത്തിന്റെ ഭാഗമായി വരുന്ന ക്രമമായ വിതരണത്തെ, വർണ്ണങ്ങളുടെ ക്രമമായ വിതരണത്തെയാണ് വർണ്ണരാജി എന്ന് വിളിക്കുന്നത്. പ്രിസത്തിൽ ചെരിഞ്ഞ് പ്രവേശിക്കുന്ന അവസരത്തിലും പ്രിസത്തിൽ നിന്ന് പുറത്തു കടക്കുമ്പോഴും പ്രകാശത്തിന് അപവർത്തനം സംഭവിക്കും. ഓക്കെ, അപ്പൊ സമന്വിത പ്രകാശം എന്നാൽ എന്താണ്? ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങൾ സംയോജിച്ചുണ്ടാകുന്ന പ്രകാശമാണ് സമന്വിത പ്രകാശം. ഉദാഹരണം സൂര്യപ്രകാശം. തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണം ഏതാണ്? വയലറ്റ്. തരംഗദൈർഘ്യം കൂടിയ വർണ്ണം ചുവപ്പ്. ചുവപ്പിനാണ് ഏറ്റവും കുറവ് അപവർത്തനം സംഭവിക്കുന്നത്, വയലറ്റിനാണ് ഏറ്റവും കൂടുതൽ. പ്രിസത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ തരംഗദൈർഘ്യം കൂടി വരുന്നതിനനുസരിച്ച് വർണ്ണങ്ങളുടെ വ്യതിയാനം ഏതു പ്രകാരമാണ്? വർണ്ണങ്ങളുടെ വ്യതിയാനം കുറവാണ്. തരംഗദൈർഘ്യം കൂടുന്നതിനനുസരിച്ച് വർണ്ണങ്ങളുടെ വ്യതിയാനം കുറയുന്നു. തരംഗദൈർഘ്യം കുറഞ്ഞു വരുന്നതിനനുസരിച്ച് വർണ്ണങ്ങളുടെ വ്യതിയാനം കൂടുന്നു. ഇനി നമുക്ക് മഴവില്ലിലേക്ക് പോകാം. നിങ്ങൾ മഴവില്ല് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. സൂര്യപ്രകാശത്തിൽ സൂര്യന്റെ എതിർദിശയിൽ അന്തരീക്ഷത്തിലേക്ക് വെള്ളം സ്പ്രേ ചെയ്ത് നോക്കുക. സൂര്യപ്രകാശത്തിൽ സൂര്യത്തിന്റെ എതിർദിശയിലേക്ക് വെള്ളം സ്പ്രേ ചെയ്ത് നോക്കുമ്പോൾ പ്രകാശവർണ്ണങ്ങൾ രൂപപ്പെടുന്നുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് മഴവില്ലും ഉണ്ടാകുന്നത്. മഴവില്ല് കിഴക്ക് ഭാഗത്ത് കാണുമ്പോൾ സൂര്യൻ ഏത് ഭാഗത്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ടോർച്ചിന്റെ ഏത് ഭാഗത്താ പ്രിസം വെച്ചത്? അപ്പൊ പ്രിസത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കില്ലേ വെളിച്ചം വരിക? അപ്പൊ ഇവിടെ മഴവില്ല് കിഴക്ക് ഭാഗത്ത് കാണുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും സൂര്യൻ. പടിഞ്ഞാറ് ഭാഗത്ത് മഴവില്ല് കാണുമ്പോഴോ കിഴക്കു ഭാഗത്ത്. എപ്പോഴൊക്കെയാ മഴവില്ലുണ്ടാവുക? രാവിലെയും വൈകുന്നേരവും. അപ്പോഴല്ലേ ഇതിങ്ങനെ ഓപ്പോസിറ്റ് ആയി നിൽക്കുള്ളൂ. പ്രകാശത്തിന്റെ പ്രകീർണനത്തിന് കാരണമായ പ്രതിഭാസം അപവർത്തനമാണ്. ഇനി നമുക്ക് അപവർത്തനത്തിന് നമ്മൾ നേരത്തെ പതനരശ്മി, പ്രതിപതനരശ്മി, പതനകോൺ, പ്രതിപതനകോണൊക്കെ പഠിച്ചില്ലേ? അതുപോലെ ഇവിടെയുമുണ്ട് പതനരശ്മിയും അപവർത്തനരശ്മിയും പതനകോണും അപവർത്തനകോണും. ഓക്കെ, അതുപോലെ ഉള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പഠിക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ഒരു കാര്യവും കൂടി കഴിഞ്ഞാൽ, പൂർണ്ണാന്തരിക പ്രതിഫലനവും കൂടി കഴിഞ്ഞാൽ ഈ ക്ലാസ് അവസാനിച്ചു. അപ്പം നമുക്ക് നോക്കാം. അപ്പം മറക്കണ്ട, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തോളൂ. അപ്പം നിങ്ങൾ ഇവിടെ നമുക്ക് നോക്കാം. പ്രകാശം ഒരു തലത്തിൽ പതിക്കുന്നു അല്ലെ? ഒരു തലത്തിൽ ഇങ്ങനെ പതിക്കുന്നു പ്രകാശം. അങ്ങനെ തലത്തിൽ പതിക്കുന്ന പ്രകാശത്തിന്, ഞാനിതൊന്ന് മാറ്റട്ടെ കേട്ടോ, ഇതിപ്പോ പോവും. അപ്പൊ നോക്കൂ, പ്രകാശം നമുക്കറിയാം, പ്രകാശം ഒരു മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ രണ്ട് മാധ്യമങ്ങളുടെ, ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടന്നു പോകും. ആ രണ്ട് മാധ്യമങ്ങളുടെയും വിഭജന രേഖ, ഇവിടെ ഞാൻ ആ വിഭജന രേഖയാണ് വരച്ചിട്ടുള്ളത്. ആ രണ്ട് മാധ്യമങ്ങളുടെയും വിഭജന രേഖയിൽ വെച്ച് പ്രകാശത്തിന് എന്ത് സംഭവിക്കുന്നു? അപവർത്തനം സംഭവിക്കുന്നു അല്ലേ? പ്രകാശത്തിന് എന്ത് സംഭവിക്കുന്നുണ്ട്? അപവർത്തനം സംഭവിക്കുന്നുണ്ട്. ഇതാണ് വന്ന പ്രകാശം. അങ്ങനെ പതിക്കുന്ന പ്രകാശത്തെ നമുക്കറിയാം, അതിന് നമ്മളൊരു പേരിട്ടിട്ടുണ്ട്. അതിൻ്റെ പേരാണ് പതനരശ്മി.
എന്നാൽ പതനത്തിന് ശേഷം അതിന് അപവർത്തനം സംഭവിക്കും. ആ അപവർത്തനം ചെയ്യുന്ന രശ്മിയുടെ പേരാണ് അപവർത്തന രശ്മി. അപവർത്തന രശ്മി. ഇനി പതന ബിന്ദു എന്ന് പറഞ്ഞത് ഈ പതന രശ്മി വന്ന് പതിക്കുന്ന വിഭജന തലത്തിലുള്ള ഒരു ബിന്ദുവാണ്. മാധ്യമങ്ങളുടെ വിഭജന തലത്തിലുള്ള ഒരു ബിന്ദുവാണ്. ആ വിഭജന തലത്തിലുള്ള ബിന്ദുവിൽ വെച്ച് ആ ബിന്ദുവിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ ആ വിഭജന തലത്തിൽ നമ്മളൊരു പെർപെൻഡിക്കുലർ വരച്ചാൽ അതിനെയാണ് നമ്മൾ ലംബം അഥവാ നോർമൽ എന്ന് പറയുക. ഈ ലംബത്തിനും പതനരശ്മിക്കും ഇടയിലുള്ള കോണാണ് പതനകോൺ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഈ ലംബത്തിനും അപവർത്തന രശ്മിക്കും ഇടയിലുള്ള കോണാണ് അപവർത്തന കോൺ. ഓക്കെ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം കുറഞ്ഞതിൽ നിന്ന് കൂടുതലേക്ക് പോകുമ്പോൾ അപവർത്തനം സംഭവിക്കും. ലംബത്തിന് അടുത്തേക്കാണ് ചലിക്കുക, വ്യതിയാനം സംഭവിക്കുക. കൂടിയ പ്രാകാശിക സാന്ദ്രതയിൽ നിന്നും കുറഞ്ഞ പ്രാകാശിക സാന്ദ്രതയുള്ള മാധ്യമത്തിലേക്ക് പോകുമ്പോൾ ലംബത്തിൽ നിന്ന് അകന്നു പോകും. അതൊന്നുകൂടി ക്ലിയർ ആക്കാം, കാരണം ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ഒരു ഭാഗമുണ്ട്. അത് ചിലപ്പോൾ ചിത്രമായി ചോദിച്ചേക്കാം. അപ്പോൾ ഇവിടെ നോക്കൂ, ആദ്യത്തേതിൽ വായുവാണ്. വായു, അടുത്തത് ജലമാണ്. വായുവിൽ നിന്ന് ജലത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കറിയാം ലംബത്തിന് അടുത്തേക്കാണ് എന്തുണ്ടാവുക, അപവർത്തനം ഉണ്ടാവുക. കാരണം വായുവിനേക്കാൾ എന്തു കൂടുതലാണ്, ജലത്തിന് പ്രാകാശിക സാന്ദ്രത കൂടുതലാണ്. എന്നാൽ ഗ്ലാസിൽ നിന്ന് ജലത്തിലേക്ക് പ്രവേശിക്കുമ്പോഴോ, ഗ്ലാസിനാണ് ജലത്തേക്കാൾ പ്രാകാശിക സാന്ദ്രത കൂടുതൽ. അതുകൊണ്ട് തന്നെ കുറഞ്ഞ പ്രാകാശിക സാന്ദ്രതയുള്ള ജലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ലംബത്തിൽ നിന്ന് അകലുകയാണ് ചെയ്യുക. ഇനി ഇവിടെ നോക്കൂ, വായു, ജലം. അവിടെ ലംബമായിട്ടാണ് പതിക്കുന്നത്. ലംബമായി പതിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ അപവർത്തനം സംഭവിക്കില്ല. കാരണം ലംബമായി പതിക്കുന്ന രശ്മികൾക്ക് അപവർത്തനമില്ല. ഇവിടെ അടുത്ത ചിത്രത്തിൽ വായു, ഗ്ലാസിൽ നിന്ന് വായുവിലേക്ക് പ്രവേശിക്കുന്നു. ഗ്ലാസിന് എന്തു കൂടുതലാണ്, പ്രാകാശിക സാന്ദ്രത കൂടുതലാണ്. വായുവിനാകട്ടെ പ്രാകാശിക സാന്ദ്രത കുറവാണ്. കൂടിയതിൽ നിന്ന് കുറവിലേക്ക് പ്രവേശിക്കുമ്പോൾ ലംബത്തിൽ നിന്ന് അകലുകയാണ് ചെയ്യുക. കണ്ടു, ഇവിടെ ലംബത്തിൽ നിന്ന് അകന്നു. ഗ്ലാസിൽ നിന്ന് ജലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ലംബമായിട്ടാണ് പ്രകാശരശ്മി പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ അപവർത്തനം സംഭവിക്കുന്നില്ല. വായുവിൽ നിന്ന് വീണ്ടും ഗ്ലാസിലേക്ക് പ്രവേശിക്കുമ്പോൾ വായുവിന് പ്രാകാശിക സാന്ദ്രത കുറവ്, ഗ്ലാസിന് പ്രാകാശിക സാന്ദ്രത കൂടുതൽ. കുറഞ്ഞതിൽ നിന്ന് കൂടുതലിലേക്ക് പ്രവേശിക്കുമ്പോൾ ലംബത്തിലേക്ക് അടുക്കുന്നു. അതുകൊണ്ട് ഇവിടെ ലംബത്തിലേക്ക് അടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പൂർണ്ണ ആന്തരിക പ്രതിഫലനം, അതുമായി ബന്ധപ്പെട്ട ഭാഗത്തേക്ക്. ക്രിറ്റിക്കൽ ആംഗിളിനെ കുറിച്ചും പൂർണ്ണ ആന്തരിക പ്രതിഫലനത്തെക്കുറിച്ചും പറയാം. ക്രിറ്റിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇൻസിഡന്റ് ആംഗിളിനെ തന്നെയാണ് ചില സന്ദർഭങ്ങളിൽ ക്രിറ്റിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. ഇൻസിഡന്റ് ആംഗിൾ അഥവാ പതനകോൺ. ഇപ്പൊ ഇവിടെ ഞാൻ തന്നിട്ടുള്ളത് വായു, ഇത് എയർ ആണ്, ഇത് ഗ്ലാസ് ആണ്. ഒരു മാധ്യമം ഗ്ലാസ് ആണ്, ഒരു മാധ്യമം എയർ ആണ്. ഇവിടെ ഗ്ലാസ് എന്നുള്ള മാധ്യമത്തിൽ നിന്ന് എയറിലേക്ക് പോവുകയാണ് പ്രകാശരശ്മി. ഗ്ലാസ് എന്നുള്ള മാധ്യമത്തിലേക്ക് എവിടേക്ക് പോകുന്നു, എയറിലേക്ക് പോകുന്നു. എയർ എന്നുള്ള വായു എന്നുള്ള മാധ്യമത്തിലേക്ക് പോകുന്നു. ഇപ്പൊ ക്രിറ്റിക്കൽ ആംഗിളോ പൂർണ്ണ ആന്തരിക പ്രതിപതനമോ ഉണ്ടാകണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാകാശിക സാന്ദ്രത കൂടുതലുള്ള മാധ്യമത്തിൽ നിന്ന് കുറവായ മാധ്യമത്തിലേക്ക് പ്രകാശം പോകുമ്പോഴാണ് പൂർണ്ണ ആന്തരിക പ്രതിപതനം ഉണ്ടാവുക. പ്രകാശ സാന്ദ്രികത കൂടുതലായ മാധ്യമമാണല്ലോ ഗ്ലാസ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. പ്രകാശ സാന്ദ്രികത കുറവായ മാധ്യമമാണല്ലോ, ഗ്ലാസിനേക്കാൾ കുറവാണല്ലോ എയറിന്. അപ്പോൾ ഇവിടെ കണ്ടീഷൻ ഓക്കെയാണ്. ഇത് കൂടുതലുള്ള മാധ്യമം, ഇത് കുറവുള്ള മാധ്യമം. ഇനി അവിടെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് എന്തിനെയാണ്,
പതനകോണിനെയാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. പക്ഷെ പതനകോൺ എപ്പോഴാ ക്രിട്ടിക്കൽ ആംഗിൾ ആയിട്ട് മാറുക? ഇവിടെ നോക്കൂ, ഇവിടെ അപവർത്തന കോൺ 53.88 അതായാൽ പറ്റില്ല, 90 ഡിഗ്രി ആവണം. അപവർത്തന കോൺ 90 ഡിഗ്രി ആകുമ്പോൾ എന്താണോ പതനകോൺ അതിനെയാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ഇപ്പോൾ ഇവിടെ എപ്പോഴാണ് 90 ഡിഗ്രി ആവണമെന്ന് നമുക്കൊന്ന് നോക്കാം. എപ്പോഴാണ് പതനകോൺ 90 ഡിഗ്രി ആവണമെന്ന് നോക്കാം. അല്ല നോക്കൂ, അപവർത്തന കോൺ 90 ഡിഗ്രി ആവണത് ഇപ്പോഴല്ലേ. 90 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇതാണ് 90 ഡിഗ്രി, ഇതാണ് 90 ഡിഗ്രി. ഇവിടെ എത്തണം, ഈ പച്ച ലൈൻ ഇവിടെ എത്തണം, അപ്പോഴാ 90 ഡിഗ്രി ആവുക. അപ്പം ഇവിടെ നോക്കൂ, ഇവിടെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നോക്കുമ്പോൾ കറക്റ്റ് 42 ഡിഗ്രിയിലാണ് കേട്ടോ. അത് ഞാൻ ചെയ്യുമ്പോഴൊരു ചെറിയ പ്രശ്നമാണ്. കറക്റ്റ് 42 ഡിഗ്രിയിലാണ് എയറിൻ്റെയും ഗ്ലാസിൻ്റെയും ക്രിട്ടിക്കൽ ആംഗിൾ. ഓക്കെ, അവിടെ ക്രിട്ടിക്കൽ ആംഗിൾ കറക്റ്റ് 90 ഡിഗ്രി ആകുമ്പോൾ, അല്ല 42 ഡിഗ്രി ആകുമ്പോൾ, ഏത് പതനകോൺ. അങ്ങനെ വന്നാൽ എന്താ ഉണ്ടാവുന്നത് അതും കൂടി നമുക്ക് നോക്കാം. ഇപ്പം ഇവിടെ നോക്കൂ, ഇവിടെ ഒരു ഇൻസിഡന്റ് റേ, ഒരു പതനരശ്മി ഇങ്ങനെ വരുമ്പോൾ, എങ്ങനെ വരുമ്പോൾ, ഇവിടേക്ക് വരുമ്പോൾ കുറേ പതനരശ്മികൾ വരും. അപ്പോൾ ഒരുപാട് പതനരശ്മികൾ ഇവിടേക്ക് വരുമ്പോൾ കുറേ എണ്ണൊക്കെ റിഫ്ലക്റ്റ് ചെയ്തു പോകും. കുറേ എണ്ണത്തിനാണ് അപവർത്തനം സംഭവിക്കുന്നത്. പക്ഷേ ക്രിട്ടിക്കൽ ആംഗിളിന് മുകളിലായി എന്ന് വിചാരിച്ചോളൂ. ഇപ്പം നമുക്കറിയാം ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ 42 ഡിഗ്രിയാണ് ഇവിടെ. ആ ക്രിട്ടിക്കൽ ആംഗിളിന് മുകളിലായാൽ അപവർത്തനം നടക്കില്ല. എല്ലാ രശ്മികളും അതേ മാധ്യമത്തിലേക്ക്, ഇവിടെ വായുവിലേക്ക് തന്നെ പ്രതിപദിക്കും. ഇതിനെയാണ് പൂർണ്ണ ആന്തരിക പ്രതിപതനം എന്ന് പറയുന്നത്. അപ്പോൾ പൂർണ്ണ ആന്തരിക പ്രതിപതനം എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലായല്ലേ? വസ്തുക്കളുടെ പ്രതലത്തിൽ തട്ടി പ്രകാശം അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്ന പ്രതിഭാസമാണ്. സിനിമ ഹാളിലെ പ്രദർശനത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസമായിരുന്നു. ഇപ്പം അതൊന്നും വേണ്ട അല്ലേ, ഇപ്പോൾ OTT പ്ലാറ്റ്ഫോം ഒക്കെയാണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കി, ഇപ്പോൾ പൂർണ്ണ ആന്തര പ്രതിഫലനം എന്ന് പറയുന്നത്, പ്രതിപതനം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ കണ്ടിട്ടില്ലേ ചില എന്താ പറയുക, ചില ട്യൂബുകൾ അതിൻ്റെ ഏറ്റവും അറ്റത്ത് മാത്രം കത്തും അല്ലേ? ഇത് പൂർണ്ണാന്തര പ്രതിപതനമാണ്. കാരണം ആ ട്യൂബിലൊന്നും കത്തില്ല, ഏറ്റവും അറ്റത്ത് പോയിട്ടാണ് കത്തുക. അക്വേറിയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന പ്രകാശത്തിന് ജലോപരിതലത്തിൽ വെച്ച് പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കുന്നത് കൊണ്ടാണ് അക്വേറിയത്തിൻ്റെ അടിത്തട്ട് മുകളിലായി കാണുന്നത്. ജലോപരിതലത്തിൽ നിന്ന് അക്വേറിയത്തിൻ്റെ അടിത്തട്ടിലേക്കുള്ള ദൂരവും പൂർണ്ണാന്തര പ്രതിപതനം മൂലമുണ്ടായ പ്രതിബിംബത്തിലുള്ള ദൂരവും തുല്യമല്ലേ എന്നാണ് ചോദ്യം. നിങ്ങളുടെ അഭിപ്രായം എന്താ? അതായത് അക്വേറിയത്തിൻ്റെ അടിത്തട്ട് നിന്ന് വരുന്ന പ്രകാശത്തിന് ജലോപരിതലത്തിൽ പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കുന്നത് കൊണ്ടാണ് അക്വേറിയത്തിൻ്റെ അടിത്തട്ട് മുകളിലായിട്ട് കാണപ്പെടുന്നത്. ഇനി അലങ്കാര വിളക്കുകൾ കണ്ടിട്ടില്ലേ? അതിൽ ഒരു കാരണം എന്താണ്? അതിലെ കാരണമല്ല, അത് പൂർണ്ണാന്തര പ്രതിപതനത്തിൻ്റെ ഭാഗമായിട്ടാണ് അലങ്കാര വിളക്കുകൾ. അതുപോലെ തന്നെ നമ്മൾ ആദ്യം നമ്മുടെ സംശയം അതായിരുന്നു, റോഡിനോടുള്ള ചേർന്നുള്ള ഭാഗത്ത് വേനൽക്കാലത്ത് എന്ത് ചെയ്യുന്നു, അവിടെ ജലമുള്ളതായി കാണുന്നു. എന്താണ് കാരണം? പരിസരത്തിൽ നിന്ന് വസ്തുക്കളിൽ നിന്ന് വരുന്ന പ്രകാശകിരണങ്ങൾ പ്രാകാശിക സാന്ദ്രത വ്യത്യാസമുള്ള വായുവിൻ്റെ വിവിധ പാളികളിലൂടെ കടന്നു പോകുമ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെ അപവർത്തനത്തിനും തുടർന്ന് പൂർണ്ണാന്തര പ്രതിപതനത്തിനും വിധേയമാകുന്നു. പരിസരത്തുള്ള അവിടെയുള്ള രശ്മികളുണ്ടല്ലോ, ആ രശ്മികൾ ഇവിടെയുള്ള ചൂടുള്ള വായുവിൽ തട്ടുമ്പോൾ ആ ചൂടുള്ള വായുവിൽ തട്ടി അത് അപവർത്തനത്തിന് വിധേയമാകും. പിന്നെ ഈ ചൂടുള്ള വായുവിൽ വെച്ച് പൂർണ്ണാന്തര പ്രതിപതനത്തിനും എന്താവും, അത് മാറുന്നു. അങ്ങനെ ആ പൂർണ്ണാന്തര പ്രതിപതനം നടക്കുമ്പോഴാണ് അവിടെ ജലമുള്ളതായിട്ട് നമുക്ക് തോന്നുന്നത്. അതായത് ഇതിൽ നിന്നുള്ള രശ്മികൾ ഇവിടെ ഈ തിളച്ചു മറിയുന്ന ചൂടിൽ, ഈ റോഡിലുള്ള തിളച്ചു മറിയുന്ന ചൂടിൽ, ആ ചൂടിൽ ഉയർന്ന ചൂടിലുള്ള വായുവിൽ ആദ്യ അപവർത്തനത്തിന് വിധേയമാവും. പിന്നെ അത് പുറത്തേക്ക് പോകുന്നില്ല. പിന്നെ അവിടെ തന്നെ പൂർണ്ണാന്തര പ്രതിപതനത്തിന് വിധേയമാകുന്നത് കൊണ്ടാണ് അവിടെ ഈ ജലത്തിൽ മരത്തിൻ്റെ ചിത്രം കാണുന്നത് പോലെ കാണുന്നത്. അതുകൊണ്ടാണ് അവിടെ ജലമുണ്ട് എന്ന് തോന്നിയത്. അതാണ് മരീചിക എന്നറിയപ്പെടുന്നത്. അപ്പോൾ മരീചികയ്ക്ക് കാരണം എന്താണ്?
പൂർണ്ണാന്തര പ്രതിപതനമാണ്. അപവർത്തനമുണ്ട്. ഓക്കെ, അപ്പൊ പൂർണ്ണാന്തര പ്രതിപതനവും അപവർത്തനവും തന്ന രണ്ടും ഉത്തരമാണ്. പക്ഷെ അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഉത്തരം പൂർണ്ണാന്തര പ്രതിപതനം എഴുതുക. ഓക്കെ, വജ്രത്തിന്റെ പ്രാധാന്യം അതിന്റെ തിളക്കമാണല്ലോ. ഈ തിളക്കത്തിന്റെ കാരണം ഏതാണ്? പൂർണ്ണാന്തര പ്രതിപതനമാണ്. അതിൻ്റെ ഉള്ളിൽ കടന്നിട്ട് പ്രതിഫലിക്കുകയാണ്. കണ്ടോ? അവിടെയൊക്കെ നമുക്ക് വളരെ എളുപ്പമായി അതിൻ്റെ ഉള്ളിൽ കടന്നിട്ട് തന്നെ പ്രതിഫലിക്കുകയാണ്. അപ്പോൾ നമുക്ക് വ്യത്യാസപ്പെടാൻ പറ്റി. ഏതിനെ? നമുക്ക് അപവർത്തനത്തെയും പ്രതിപതനത്തെയും പ്രകീർണനത്തെയും പൂർണ്ണാന്തര പ്രതിപതനത്തെയും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ കടന്ന് തന്നെ അതേ മാധ്യമത്തിൽ തന്നെ പ്രതിഫലിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് റോഡിൽ നമുക്ക് ജലമുള്ളതായി തോന്നുന്നു. അതേസമയം സ്ഥാനം മാറുന്നതിൻ്റെ അധിക കേസുകളും ഏതാണ്? അത് അപവർത്തനമാണ്. പക്ഷേ ഒരു ടാങ്കിൻ്റെ അടിത്തട്ട് മുകളിലേക്ക് കാണുന്നത് അവിടെ അപവർത്തനം സംഭവിക്കുന്നത് മൂലമാണ്. ഇപ്പം മരീചിക എന്നുള്ള പ്രതിഭാസം പൂർണ്ണാന്തര പ്രതിപതനമാണ്. എന്നാൽ പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം ഏതാണ്? അത് പ്രകീർണനമാണ്. നമ്മൾ സമന്വിത പ്രകാശത്തെക്കുറിച്ച് പറഞ്ഞു അല്ലേ? പ്രകീർണനത്തിന് കാരണം എന്താ? ഘടകവർണ്ണങ്ങളുടെ തരംഗദൈർഘ്യത്തിലുള്ള വ്യത്യാസമാണ്. പ്രകീർണന ഫലമായി ഉണ്ടാകുന്ന വർണ്ണങ്ങളുടെ ക്രമമായ വിതരണത്തെയാണ് വർണ്ണരാജി എന്ന് പറയുന്നത്. സൂര്യപ്രകാശം 7 ഘടകങ്ങളായി മാറുന്ന പ്രതിഭാസത്തെയും പ്രകീർണനം എന്ന് പറയാം. അഥവാ സമന്വിത പ്രകാശത്തെ അതിൻ്റെ ഘടകങ്ങൾ വർണ്ണങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയ പ്രകീർണനമാണ്. അതിനുള്ള ഉപകരണം പ്രിസമാണ്. ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസം ഏതാണ്? അതിനി വിസരണമാണ്. അപ്പൊ എന്താ വിസരണം? പ്രകാശത്തിന്റെ വിസരണം എന്ന് പറയുന്നത് പ്രകാശം നേർരേഖയിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും അന്തരീക്ഷത്തിൽ മുഴുവൻ പൊടിപടലമുണ്ട്. അപ്പൊ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ ക്ലാസ് മുറിയിലേക്ക് പ്രകാശത്തിന് എത്താൻ പറ്റുന്നില്ലെങ്കിലും അവിടെ പ്രകാശം ലഭിക്കുന്നുണ്ട്. കാരണം എന്താ? സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രകാശകിരണങ്ങൾ അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങളിൽ തട്ടി ചിതറും. അങ്ങനെ ഈ ചിതറൽ ക്രമമുള്ളതല്ല. അങ്ങനെ പ്രകാശത്തിന് മാധ്യമങ്ങളിലെ കണങ്ങളിൽ തട്ടി സംഭവിക്കുന്ന ക്രമരഹിതവും ഭാഗികവുമായ ദിശാവ്യതിയാനമാണ് വിസരണം എന്ന് പറയുന്നത്. അപവർത്തനം എന്ന് പറയുന്നത് ഭാഗികമാണ്, പക്ഷേ അത് ക്രമരഹിതമല്ല. പക്ഷെ ഇവിടെ വിസരണം എന്ന് പറഞ്ഞാൽ മാധ്യമം, ഇപ്പോൾ വായുവിലുള്ള പൊടിപടലങ്ങളിൽ തട്ടി, ചെറിയ ചെറിയ കണികകളിൽ തട്ടി പ്രകാശം എന്ത് ചെയ്യുന്നു? പ്രകാശത്തിന് സംഭവിക്കുന്ന ക്രമരഹിതവും ഭാഗികവുമായ ദിശാവ്യതിയാനമാണ് വിസരണം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി പൂർണ്ണാന്തര പ്രതിപതനം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വിസരണവും തരംഗദൈർഘ്യവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? സൂര്യപ്രകാശത്തിൽ തരംഗദൈർഘ്യം കുറഞ്ഞ നിറങ്ങളാണ് നിങ്ങൾക്കറിയാം. വയലറ്റ്, കടുന്നീല, നീല. വിബ്ജിയോർ ഓർത്തു വെച്ചാൽ മതി. അപ്പൊ അതിലെ വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ കണ്ടുവോ? അപ്പൊ വയലറ്റ്, കടുന്നീല, നീല എന്നീ വർണ്ണങ്ങൾ അത് അന്തരീക്ഷത്തിലെ കണങ്ങളിൽ തട്ടി കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്നു. അതായത് തരംഗദൈർഘ്യം കുറവായത് കൂടുതൽ വിസരണത്തിന് വിധേയമാകും. താരതമ്യേന തരംഗദൈർഘ്യം കൂടിയ ചുവപ്പ് നിറത്തിന് ചെറിയ തടസ്സങ്ങളെ മറികടന്നു പോകാൻ കഴിയുന്നതിനാൽ വിസരണം വളരെ കുറവായിരിക്കും. അത് അന്തരീക്ഷത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കും. അപ്പം അന്തരീക്ഷത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നത് ചുവപ്പാണ്. അന്തരീക്ഷത്തിലൂടെ കുറഞ്ഞ ദൂരമേ സഞ്ചരിക്കാൻ താരതമ്യേന ആർക്ക് പറ്റുള്ളൂ? വയലറ്റ്, കടുനീല, നീല നിറങ്ങൾക്ക് സാധിക്കുള്ളൂ. അപ്പോൾ ധവളപ്രകാശത്തിൽ ഏത് വർണ്ണത്തിനാണ് കൂടുതൽ വിസരണം സംഭവിക്കുന്നത്? അത് ഏതിനാണ്? വയലറ്റ്, അതുപോലെ തന്നെ നീല, കടുനീല നിറങ്ങൾക്കാണ്. അപ്പോൾ ഏറ്റവും കുറവ് ആർക്കാണ്? വിസരണം ചുവപ്പിനാണ്. അപ്പൊ അസ്തമയത്തിൽ ചക്രവാളം ചുവന്നിരിക്കാൻ കാരണം എന്തായിരിക്കും? അസ്തമ സമയത്താണ് സൂര്യൻ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകന്നു നിൽക്കുന്നത്. അസ്തമയ സമയത്താണ്. അപ്പൊ സൂര്യപ്രകാശത്തിലെ തരംഗദൈർഘ്യം കുറഞ്ഞ വയലറ്റ്, കടുനീല, നീല എന്നീ വർണ്ണങ്ങൾ അന്തരീക്ഷ കണങ്ങളിൽ തട്ടി കൂടുതൽ വിസരണത്തിന് വിധേയമാകും. തരംഗദൈർഘ്യം കൂടിയ ചുവപ്പിന് ചെറിയ തടസ്സങ്ങളെ മറികടന്ന് പോകാൻ കഴിയുന്നതിനാൽ വിസരണം വളരെ കുറവായിരിക്കും. അതിനാൽ അന്തരീക്ഷത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അസ്തമയ സമയത്ത് സൂര്യന്റെ നിറം ചുവപ്പാവാനുള്ള കാരണം. അപ്പൊ അസ്തമയ സമയം കഴിഞ്ഞതിന് ശേഷവും സൂര്യനെ കാണാനുള്ള കാരണം
അവിടെ സ്ഥാനം തെറ്റിയതാണ്. അത് അപവർത്തനമാണ്. അല്ലെങ്കിൽ ഉദയത്തിന് തൊട്ടു മുമ്പായിട്ടും സൂര്യനെ കാണാൻ സാധിക്കുന്നത്. എന്നാൽ വിസരണത്തിന്റെ ഭാഗമായിട്ടാണ് അസ്തമയ സമയത്തും ഉദയ സമയത്തും സൂര്യന്റെ നിറം ചുവപ്പായിരിക്കുന്നു. വിസരണത്തിന്റെ നിരക്കും കണങ്ങളുടെ വലിപ്പവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. കണങ്ങളുടെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് വിസരണം കൂടും. കണങ്ങളുടെ വലിപ്പം പ്രകാശത്തിന്റെ തരംഗദൈർഘ്യത്തെക്കാൾ കൂടുതലായാൽ എല്ലാ വർണ്ണങ്ങൾക്കും വിസരണം ഒരുപോലെ ആയിരിക്കും. അത് മനസ്സിലായല്ലോ. ഉദയാസ്തമ വേളകളിൽ എങ്ങനെയാണ് ചുവപ്പ് നിറം വരുന്നത് എന്ന്. ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്ന നിറം വയലറ്റ് ആണ്. ഏറ്റവും കുറവ് വിസരണത്തിന് വിധേയമാകുന്ന നിറം ചുവപ്പാണ്. കണങ്ങളുടെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് വിസരണം കൂടും. തരംഗദൈർഘ്യം കൂടുന്നതിനനുസരിച്ച് വിസരണം കുറയും. ഉദയാസ്തമയങ്ങളിൽ സൂര്യനും ചക്രവാളവും ചുവപ്പ് നിറത്തിൽ കാണാൻ കാരണം വിസരണമാണ്. സമുദ്രജലം നീല നിറമുള്ളതായി തോന്നിക്കുന്നതിന് കാരണമായ പ്രതിഭാസം വിസരണമാണ്. എന്തുകൊണ്ടായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. കാരണം അടിത്തട്ടിൽ നീല നിറമാണ് കൂടുതൽ വിസരിച്ചു പോവുക. ഓക്കെ, ആകാശം നീല നിറത്തിൽ കാണപ്പെടാൻ കാരണം പ്രകാശം അന്തരീക്ഷ വായുവിലെ പൊടിപടങ്ങളിൽ തട്ടിയുണ്ടാകുന്ന ക്രമരഹിതവും ഭാഗികവുമായ പ്രതിപതനമാണ്, വിസരണമാണ്. അപ്പൊ ആകാശത്തിന്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ലോർഡ് റെയ്ലി ആണ്. അതേസമയം കടലിന്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ CV രാമനാണ്. മറന്നുപോകണ്ട. വിസരണം ചന്ദ്രനിൽ അന്തരീക്ഷമില്ലാത്തതിനാൽ അവിടെ പൊടിപടലങ്ങളിൽ തട്ടി പ്രകാശത്തിന് വിസരണം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ നീല നിറം കാണില്ല. അവിടെ കാണുന്നത് കറുപ്പ് നിറമാണ്. ചന്ദ്രനിൽ ആകാശത്തിന്റെ നിറം അതുകൊണ്ട് എന്താണ്? കറുപ്പാണ്. ഓക്കെ, അന്തരീക്ഷമില്ലാത്തതിനാൽ ചന്ദ്രനിൽ വിസരണമില്ല. ഓക്കെ, താങ്ക് യു. അപ്പോൾ വീണ്ടും നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.